ഈ പഠനത്തിനൊരുങ്ങുന്ന കുട്ടികൾ, അത് ഏത് ക്ലാസ്സിലുള്ള കുട്ടികളായാലും ശരി, പഠനത്തിനൊരുങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും പറയാറുള്ള ഒരു പരാതിയാണ്, പഠിച്ചാൽ അത് തലയിൽ നിൽക്കുന്നില്ല, അധികം നേരം നിൽക്കുന്നില്ല, കുറച്ച് നേരമൊക്കെ ഉണ്ടാവും, പിന്നെ മറന്നു പോകുക എന്നുള്ളത്. അല്ലെങ്കിൽ ആ ഉത്തരം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ടീച്ചർ ചോദിക്കുന്ന സമയത്ത് ഉത്തരം പറയാൻ കൃത്യമായിട്ട് പറ്റുന്നില്ല, പക്ഷേ പഠിക്കുമ്പോൾ ഒക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പരാതി പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് അവർ ചെയ്യേണ്ടത്? ഒന്നാമത് പഠിക്കുന്ന രീതികളിൽ ഇത്തിരി മാറ്റം വരുത്തിയാൽ മതി. നിർഭാഗ്യവശാൽ നമ്മളോട് ഒരുപാട് പഠിക്കാൻ ടീച്ചേഴ്സ് പറയാറുണ്ട്, പക്ഷേ എങ്ങനെ പഠിക്കണം എന്ന് അവർ പഠിപ്പിച്ച് തരാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുമ്പോൾ മറന്ന് പഠിക്കാം. എങ്ങനെയാണ്? മറന്ന് വേണം പഠിക്കാൻ. എങ്ങനെയാണ് മറന്ന് പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ പഠിക്കുന്നു, അത് ആദ്യം നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നു. സാധാരണ അങ്ങനെയാണല്ലോ ചെയ്യാം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇത്തിരി നേരം അത് മനസ്സിലിരിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? മനസ്സിലായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുസ്തകം അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ വീണ്ടും അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കരുത്. ആ 2 മിനിറ്റ് നേരം നമ്മൾ ചിന്തിക്കേ പാടില്ല പഠിച്ചതിനെ സംബന്ധിച്ചിടത്തോളം. മറിച്ച് വേറെ എന്തെങ്കിലും കാര്യത്തിൽ മനസ്സിനെ ഒന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അത് മെമ്മറിയിലേക്ക് കൊണ്ടുവരണം. കാരണം നമ്മളൊന്ന് റീകളക്ട് ചെയ്ത് നോക്കുക, ഒന്ന് ഓർത്ത് നോക്കുക. ഇപ്പം തന്നെ പഠിച്ചതല്ലേ, 2 മിനിറ്റ് മുന്നേ പഠിച്ചതല്ലേ, അത് മനസ്സിലുണ്ടോ നോക്കുക. മനസ്സിലുണ്ടെങ്കിൽ അതൊരു നല്ല പഠനമാണ്. അപ്പോൾ അത് വീണ്ടും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക വേണ്ടത്. അല്ലാണ്ട് വീണ്ടും പുസ്തകം എടുത്ത് നോക്കി അത് ശരിയാണെന്ന് നോക്കുകയല്ല വേണ്ടത്. മറിച്ച് മനസ്സുകൊണ്ടാണ് അതിനെ ഒന്ന് റീകളക്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുക. ഓർക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം? പിന്നെ കുറച്ച് സമയം കൂടുതൽ നമ്മളത് മറക്കുക. കുറച്ച് സമയം കൂടുതൽ മറക്കുക. വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് നേരം, അല്ലെങ്കിൽ 5 മിനിറ്റെങ്കിലും നമ്മൾ മറക്കുക. മറന്നിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഓർക്കാൻ ശ്രമിക്കുക. ഓർത്തിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞിട്ടുണ്ട് എന്നാണ്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ. അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അത് നമ്മളെ മനസ്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ പഠിക്കുന്നു. അങ്ങനെ എല്ലാം ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? അന്ന് രാത്രി കിടക്കുന്നതിനേക്കാൾ മുന്നേ എല്ലാ കാര്യങ്ങളും, ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. എന്നിട്ട് പിന്നെ അന്ന് രാത്രി കിടക്കണേക്കാൾ മുന്നേ മറ്റെല്ലാ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചതിന് ശേഷം അതൊന്ന് റീകളക്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഓർത്ത് നോക്കുക. അതും പഠനത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഒരിക്കലും നമ്മളത് വീണ്ടും പുസ്തകം എടുത്ത് തുറന്നു നോക്കരുത്. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം അന്ന് കിടന്നുറങ്ങാം. പഠനം കഴിഞ്ഞോ? ഇല്ല. ഇപ്പം നമ്മൾ 2 പ്രാവശ്യമല്ലേ റീകളക്ട് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും ഓർത്ത് നോക്കിയിട്ടുള്ളൂ. പിറ്റേ ദിവസം പല കുട്ടികളും പല രീതിയിലാണ്. ചില കുട്ടികൾ നേരത്തെ എണീറ്റ് വീണ്ടും പിറ്റേ ദിവസം വീണ്ടും പഠിക്കും, അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം പഠിക്കും. പല രീതിയിലാണ്. അപ്പോൾ ഉദാഹരണത്തിന് കാലത്ത് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യണം? കാലത്ത് പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ പുതുതായി പഠിക്കാൻ പോകരുത്. ഇന്നലെ പഠിച്ച് ഓർത്തെടുത്ത സംഭവം ഒന്നും കൂടി ഓർത്തെടുക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം നോക്കരുത്, എന്ന് പറഞ്ഞാൽ ആൻസർ നോക്കരുത്. ചോദ്യം നോക്കിക്കോ, കുഴപ്പമില്ല. ചോദ്യം നോക്കിയിട്ട് ഇന്നലെ പഠിച്ചത് ഓർമ്മയിൽ വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ അത് മികച്ച പഠനമാണ്. അങ്ങനെ ഓർമ്മയിൽ വരികയാണ് വേണ്ടത്. കാരണം പരീക്ഷ എന്ന് പറയുന്നത് ഓർത്തെടുക്കലാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ ഓർത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഓർക്കാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്, നമ്മളെ മെമ്മറി ഷാർപ്പൺ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഓർത്തെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷയുടെ സമയത്തും അത് ഓർമ്മയിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് ഓർമ്മയിൽ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി. ഇനി അഥവാ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ഓർമ്മയിൽ വരുന്നില്ല എന്ന് കരുതുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും കൂടി എടുത്ത് വീണ്ടും ഒന്നുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് വേണം അന്നത്തെ ദിവസത്തെ പുതുതായ കാര്യങ്ങൾ പഠിക്കാൻ. മനസ്സിലായി? അപ്പോൾ അന്നത്തെ ദിവസത്തെ പുതുതായ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തലേ ദിവസം പഠിച്ചതൊന്നുകൊണ്ട് റീകളക്ട് ചെയ്യുക, ഒന്നുകൊണ്ട് ഓർത്തെടുക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ സ്കൂളിൽ പോയി പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു, അത് വീണ്ടും പഠിക്കണമല്ലോ. ഇന്നലത്തെ പഠിച്ചത് കഴിഞ്ഞു, ഓർത്തെടുത്ത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നമ്മൾ വീണ്ടും അന്നത്തെ ദിവസം പിറ്റേ ദിവസം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം അന്ന് ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിക്കാൻ ഇരിക്കുന്നതിനേക്കാൾ മുന്നേ ഒരു കാര്യം ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? ആ ടീച്ചർ പഠിപ്പിച്ചത് അതേപടി കണ്ട് പഠിക്കാൻ തുടങ്ങില്ല. മറിച്ച് തലേ ദിവസം പഠിച്ചെടുത്ത കാര്യങ്ങൾ, ഓർത്ത കാര്യങ്ങൾ 2-3 പ്രാവശ്യം ഓർത്തു. ഒന്ന് ആദ്യത്തെ പ്രാവശ്യം പഠിച്ച് ഉടനെ തന്നെ ഓർത്തു. രണ്ടാമത് അന്ന് വൈകുന്നേരം കിടക്കുമ്പോൾ വീണ്ടും അതൊന്നും കൂടി അത് ഓർത്തു. മൂന്നാമത് അന്ന് രാവിലെ ഒന്നും കൂടി ഓർത്തു. അപ്പോൾ 3 പ്രാവശ്യം ശരിക്കും പറയുകയാണെങ്കിൽ അത് ബ്രെയിനിലൂടെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി പുതുതായി നമ്മൾ ഒരു പഠിക്കുന്നതിനേക്കാൾ മുന്നേ, കാരണം അന്നത്തെ ദിവസം ടീച്ചർ പഠിപ്പിച്ചത് പഠിക്കുന്നതിനേക്കാൾ മുന്നേ എന്ത് ചെയ്യണം? തലേ ദിവസം ഇതുപോലെ ഓർത്തെടുത്ത് ഒന്നും കൂടി ഓർത്ത്, അത് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കത് ഓർത്തെടുക്കൽ കഴിക്കാം. ഓർത്തെടുത്ത് അത് ക്ലിയർ ആയതിന് ശേഷമേ പുതിയ പോർഷൻ
പുതിയ സബ്ജക്റ്റ് പഠിക്കാൻ പാടുള്ളൂ. അത് അങ്ങനെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പഠനത്തിൻ്റെ പ്രക്രിയ ഒരു വിധം അവസാനിച്ചു എന്നുള്ളതാണ്. ഇനി നമ്മളിത് ഓർത്തെടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സാധാരണ രീതിയിൽ അതവിടെ നിന്ന് ഇരുന്നോളും, നമ്മൾ മനസ്സിലാതി ഇരുന്നോളും. ഇനി പക്ഷേ ഒരു കാര്യം കൂടി ചെയ്യണം. സാധാരണ രീതിയിൽ ഒരു കാര്യം പഠിച്ചെടുത്ത് കഴിഞ്ഞ് 7 ദിവസമൊക്കെയാണ് അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്, അതിന് റിട്ടേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി. പിന്നെ പതുക്കെ അത് മാഞ്ഞു പോകും. നമ്മൾ ബ്രെയിനിൽ നടക്കുന്ന പ്രോസസ്സ് ഇതാണ്. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അത് വീണ്ടും ഓർക്കും തോറും അതിൻ്റെ കട്ടി കൂടി വരിക, അതിന് ഉറച്ചു നിൽക്കും എന്ന് കരുതി കുറേ കഴിയുമ്പോൾ അത് മാഞ്ഞു പോവില്ല എന്നല്ല. ഒരു 24 മണിക്കൂർ കഴിഞ്ഞാൽ മാഞ്ഞു പോകാൻ തുടങ്ങും. അങ്ങനെ മാഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും കഴിഞ്ഞ ആഴ്ച ഇതുപോലെ പഠിച്ചെടുത്ത് ഒന്നും കൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്യണം, ഒന്ന് പൊടി തട്ടണം, അല്ലെങ്കിൽ ഒന്ന് റീകളക്ട് ചെയ്യണം. ആ ചോദ്യങ്ങൾക്ക് നോക്കി പഴയത് പഠിച്ചത് ഒരാഴ്ചയ്ക്ക് ശേഷം കേട്ടോ. കാരണം ഈ 3 പ്രോസസ്സിലൂടെ കടന്നു പോയവർക്ക് തീർച്ചയായിട്ടും അത് വീണ്ടും മെമ്മറിയിൽ കടന്നു വരുന്നുള്ളതാണ്. അപ്പോൾ ഇനി അത് ഓർമ്മയിൽ വരുന്നില്ലെങ്കിൽ വീണ്ടും ഒന്നും എടുത്ത് നോക്കാം. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്തൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇനി നിങ്ങളത് തൊടണ്ട, അത് മാറ്റി വെച്ചേക്കും, ആ പുസ്തകം മാറ്റി വെച്ചേക്കും, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് മാറ്റി വെച്ചേക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴാണ്? പരീക്ഷ വരുന്നതിനേക്കാൾ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ ഒന്നും കൂടി ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഇനി അത് പഠിക്കേണ്ട കാര്യമില്ല, കാരണം പഠിപ്പ് പണ്ടേ കഴിഞ്ഞിട്ടുണ്ടല്ലോ. പലപ്പോഴും കുട്ടികളുടെ പ്രശ്നം എന്താ? ഇത് പഠിക്കുന്നു, പിന്നെ അത് മറന്നു പോകുന്നു, വീണ്ടും പുതിയത് പഠിക്കുന്നു, ടീച്ചർ പഠിപ്പിക്കുന്നതൊക്കെ ഇങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്, പക്ഷേ റീകളക്ട് ചെയ്യുന്നില്ല, ഓർത്തെടുക്കുന്ന പ്രോസസ്സ് നടക്കുന്നില്ല. ഓർത്തെടുക്കുന്ന പ്രോസസ്സ് കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പിന്നെ മറക്കില്ല. പരീക്ഷയുടെ സമയത്ത് ഇങ്ങനെ തത്ത പറയണ പോലെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് സുഖമായി നിങ്ങൾ എഴുതുകയും മാർക്ക് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് ചുരുക്കുകയാണ്. അടുത്തതുപോലത്തെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്